ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ വിക്രമിനോട് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവം തന്നെയാണ് എന്നോട് വിക്രമിൻ്റെ വീട്ടിലേക്ക് കയറി വരാൻ പറഞ്ഞത്. അവിടെ കയറി വന്ന് ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ തെമ്മാടി ഒരു പാഠം പഠിപ്പിക്കാനാണ് ഞാൻ കുറച്ച് തീരുമാനങ്ങൾ എടുത്തിരുന്നത്. പക്ഷേ ഈ തെമ്മാടിയും എന്നെ കുറേ പാഠങ്ങളൊക്കെ പഠിപ്പിച്ചു എന്നൊക്കെ പറയുകയാണേ. ആണോ? അങ്ങനെയാണെങ്കിൽ എന്ത് പാഠമാണ് ഞാൻ പഠിപ്പിച്ചത് എന്ന് വിക്രം ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ പറയാണ്, ഒരു മനുഷ്യനോട് ഒരാൾക്ക് എങ്ങനെയാണ് ഏത് രീതിയിലൊക്കെ പെരുമാറാൻ കഴിയുമെന്നുള്ളതൊക്കെയാണ് വിക്രം എന്നെ പഠിപ്പിച്ചത്. മാത്രമല്ല, വിക്രമിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോഴാണ് മനുഷ്യർ തമ്മിലുള്ള ആത്മബന്ധവും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായതെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വിക്രമിന് വേദന ചേർത്ത് പിടിക്കാൻ കേട്ടോ. പക്ഷേ പോകെ പോകെ ഈ തെന്മാടി എൻ്റെ മനസ്സിൽ സ്ഥാനം പിടിക്കുകയായിരുന്നു എന്ന് പറയാൻ കേട്ടോ. നമ്മുടെ വഴക്കുകളെക്കുറിച്ചൊക്കെ വിക്രം ഓർക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വിക്രം പറയും, അത് വഴക്കുകളായിരുന്നോ, കുറുമ്പുകളായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. കുറുമ്പുകളായിരുന്നു. അതോടൊപ്പം തന്നെ പരസ്പരം മനസ്സിലുള്ള ഇഷ്ടങ്ങളും പരസ്പരം മനസ്സിലിങ്ങനെ ഇഷ്ടം തോന്നുന്ന ഒരു സമയം കൂടിയായിരുന്നു അതൊന്നൊക്കെ. ഇങ്ങനെ രണ്ടുപേരും കൂടി ഭയങ്കര റൊമാൻസായിട്ട് പറയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് നിന്നിട്ട് കുറച്ച് റൊമാൻസായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും കൂടിയിട്ട് അവിടെ നിന്ന് ആ ഒരു ഷോളൊക്കെ ഒരുമിച്ച് പൊതിച്ച് കെട്ടിപ്പിടിച്ച് അകത്തേക്ക് ഇങ്ങനെ വരികയാണ്. അകത്ത് വന്ന് നോക്കുമ്പോൾ ബാക്കിൽ വാതിൽ തുറന്ന് എടുക്കുന്നത് കാണുകയാണേ. അപ്പം നീ വാതിലടിച്ചിരുന്ന ഇല്ലേന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ പറയും, അടിച്ചല്ലോ എന്ന് പറയും കേട്ടോ. അയ്യോ, ഇത് കട്ടിൽ അനിയൻകുട്ടനില്ലല്ലോ എന്ന് പറയുകയാണെ. അങ്ങനെ വേദയെ പേടിക്കും കേട്ടോ. രണ്ടുപേരും കൂടി നോക്കുമ്പോൾ അനിയൻകുട്ടൻ അവിടെ ഇല്ല. അങ്ങനെ രണ്ടുപേരും കൂടെ രണ്ട് വഴി കൂടെ ഓടുകയാണ് കേട്ടോ. അനിയൻകുട്ടാന്ന് വിളിച്ച് കഴിഞ്ഞിട്ട് എല്ലായിടത്തും ഓടി നടന്ന് വിളിക്കുകയാണ്. അവസാനം വേദ കണ്ടെത്താണ് കേട്ടോ. അനിയൻകുട്ടൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ അവർ കൊല്ലുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും വിക്രം എന്ന് പറഞ്ഞിട്ട് വേദ വിളിക്കുകയാണ്. അങ്ങനെ വിക്രം ഓടി വരികയാണ്. എന്നിട്ട് അനിയൻകുട്ടനെ പിടിച്ച് പോക്കുകയാണ്. പക്ഷേ അനിയൻകുട്ടൻ ഇങ്ങനെ വിക്രമിനെ ചവിട്ടി ഇതാക്കുകയാണ് കേട്ടോ. അപ്പോൾ അനിയൻകുട്ട മിണ്ടാതെ നിൽക്കുമെന്ന് പറയാണ് കേട്ടോ. ഞാനാണ് വിക്രം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അനിയൻകുട്ടനെ കുതറി ഓടാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അനിയൻകുട്ടനെ ബെഡിൽ കൊണ്ടുവന്ന് കെടുത്താണ് കേട്ടോ. വിക്രം ആകെ അവസ്ഥ നിലയിലായ പോലെ ആയിട്ടോ. കാരണം അത്രമാത്രം അനിയൻകുട്ടനെ ചവിട്ടി കുത്തിയിട്ടാണ് അങ്ങോട്ട് എത്തിച്ചത്. അങ്ങനെ വിക്രം പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. വേദയാണെന്നുണ്ടെങ്കിൽ അനിയൻകുട്ടനെ ഷോളൊക്കെ പുതപ്പിച്ച് വിക്രമിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ കെടുക്കുന്നില്ലേ ചോദിക്കുമ്പോൾ ഇല്ല, ഞാനിവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ വേദ അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ വിക്രമിൻ്റെ കൈയൊക്കെ ആകെ പൊട്ടിയിരിക്കുന്നുണ്ട്. അയ്യോ, ഇതെന്താ ചോദിക്കട്ടോ. അത് അനിയൻകുട്ടൻ്റെ നഖം കൊണ്ടാണ്. അപ്പോൾ വേദയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ് കേട്ടോ. വല്ല മരുന്ന് വെക്കണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട, മരുന്നൊന്നും വേണ്ട എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വേദ വിക്രമിൻ്റെ തോളിലേക്ക് ചാരും കേട്ടോ. പിന്നെ വിക്രമിൻ്റെ മടിയിൽ വേദയുടെ മടിയിൽ വിക്രമൻ കിടന്ന് ഇങ്ങനെ ഉറങ്ങാണ്. ആ സമയത്ത് വിക്രം ഒരു സ്വപ്നം കണ്ടിട്ട് കേട്ടോ. പണ്ട് ചെറുപ്പകാലത്ത് വേദയും വിക്രമും കളിക്കൂട്ടുകാരായിരുന്നു എന്നുള്ള രീതിയിൽ. അങ്ങനെ ആ സ്വപ്നത്തെക്കുറിച്ച് വിക്രം രാവിലെ വേദയോട് പറയാണ്. വേദ ആണോ, സത്യമാണോ എന്ന് ചോദിക്കുക. ഇപ്പം മനസ്സിലായില്ലേ, വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കൂല എന്നുള്ളത് എന്ന് പറയുകയാണേ. അന്നേരം വിക്രം പറയണേ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, പിന്നെ ഇങ്ങനെ പറയാം, അല്ല ചിലപ്പോൾ ഈ നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ കൂട്ടുകാരായിരുന്നെങ്കിലോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വേദ പറയും, ചിലപ്പോൾ സാധ്യതയുണ്ട്, ഇല്ലാതിരിക്കാനും വഴിയില്ല എന്ന് പറയും കേട്ടോ. ചിലപ്പോൾ ഏതോ ഇതുപോലെ കളിക്കൂട്ടുകാരായിട്ടുള്ള കൂട്ടുകാർ വന്നിട്ട് വിക്രമിൻ്റെ മനസ്സിൽ വന്നിട്ട് പറഞ്ഞതായിരിക്കും, നമ്മൾ ഇങ്ങനെ സ്നേഹിച്ച് ഒരുമിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്നൊക്കെ പറയട്ടോ. എന്നിട്ട് പറയും, ഈ ജന്മജന്മാന്തരങ്ങളായി നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു നോക്കിയാണോ വിക്രം പറയുന്നത്. റേടാ അങ്ങനെ സാധ്യത. കേൾക്കാൻ നല്ല രസമുണ്ട്, എന്താ വല്ലാത്തൊരു ക്രിഞ്ച് എന്നൊക്കെ പറയാൻ കേട്ടോ. എന്താ നിനക്ക് വിശ്വാസമാവണില്ലേ? വിശ്വാസമാവണുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ വേദ. അതെ, എനിക്ക് തോന്നാം നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് ഇവിടെ ഇങ്ങനെ ജീവിച്ചു പോയാൽ മതി ഒരുപാട് കാലം. ഇനി നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ. അന്നേരം വേദ പറയുന്നുണ്ട്, എന്തൊക്കെയാ പറയുന്നത്? അതെ, എനിക്ക് അങ്ങനെ തോന്നാം. ഇപ്പം ഞാൻ നിന്നെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്ന് പറയട്ടോ. അപ്പോൾ ഒരുപാട് ഭാരങ്ങൾ തലയിൽ കെട്ടി വെച്ച് തന്നിട്ടുണ്ട് ആൾക്കാർ, അതൊക്കെ ഒഴിവാക്കണ്ടേ? എന്നിട്ട് നമ്മൾ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്നത് നമ്മുടെ അച്ഛനമ്മമാരെ കാണണ്ടേ? അവരുടെ മുന്നിൽ വേണം നമ്മൾ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുക എന്ന് പറയണേ. അന്നേരം വിക്രം പറയുന്നുണ്ട്, ഇപ്പം ഞാൻ നിന്നെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചിരിയോട് കൂടിയിട്ട് വിക്രത്തെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം അങ്ങനെ ചിരിക്കുകയാണ്. എന്തെങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല, ഈ ആണുങ്ങൾ ഇങ്ങനെയാ, പ്രണയം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധി ഉണ്ടാവില്ല, പൊട്ടന്മാരായിരിക്കും തനി എന്ന് പറയട്ടോ. ആണോ നോക്കിട്ടോ. അപ്പോൾ നിങ്ങൾ പെണ്ണുങ്ങളോ? ഞങ്ങൾ പെണ്ണുങ്ങൾ ഏത് ഇരുട്ടിലേക്കും എവിടേക്കാണെന്നുണ്ടെങ്കിലും നിങ്ങളെ കൂടെ ഇറങ്ങി വരും. പക്ഷേ യഥാർത്ഥ ബോധമൊന്നും ഞങ്ങൾ കൈവിടില്ല കേട്ടോ എന്നൊക്കെ പറയൂട്ടോ. അപ്പം ആണോ, നിങ്ങൾ അങ്ങനെയാണോ? അപ്പം ഞാൻ പൊട്ടനാണെന്നാണോ നീ പറയുന്നത്? അങ്ങനെയല്ല പറഞ്ഞത്, പൊട്ടനായി അഭിനയിക്കല്ലേ, പൊട്ടന്മാരെ പോലെ ആവല്ലേ എന്നാണ് പറയുന്നത്. എന്നിട്ട് മൂക്കൊക്കെ പിടിച്ചിങ്ങനെ തീരുമാനം കേട്ടോ. അതിനുശേഷം പതുക്കനെ വേദന എടുത്തേക്ക് ഇങ്ങനെ നീങ്ങി വരികയാണ് കേട്ടോ വിക്രം. അപ്പോൾ എന്താണെന്ന് ചോദിക്കാം കേട്ടോ.
അല്ല ഇങ്ങനെ ഇപ്പോൾ നിന്റെ കണ്ണിൽ കാണുന്ന ഈ ഒരു തിളക്കുണ്ടല്ലോ, അതാണ് പെൺതിളക്കം എന്ന് പറഞ്ഞത്. എന്ത് പെൺതിളക്കോ? ആ പെൺതിളക്കം. ഈ പ്രണയം മനസ്സിൽ വരുമ്പോഴേ ഒരു തിളക്കുണ്ടാവും പെണ്ണിൻ്റെ കണ്ണിൽ. ആ തിളക്കത്തിനാണ് പെൺതിളക്കം എന്ന് പറയാൻ അറിയുള്ളൂ. ഓ എന്തൊക്കെ പറയുന്നതെന്ന് വേദ ചോദിക്കുകയാണ് കേട്ടോ. വിക്രമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കര പ്രണയത്തോടു കൂടിയിട്ട് വേദന തന്നെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ പറയും, അതെ അടുക്കളയിൽ കുറച്ച് കിഴങ്ങിരിക്കുന്നുണ്ട്. ആ കിഴങ്ങ് പൂത്തു പോകുന്നതിന് മുമ്പ് നമുക്ക് പുഴുങ്ങി തിന്നാം. വേണമെന്നുണ്ടെങ്കിൽ ആ കിഴങ്ങ് വന്ന് അരിഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കിഴങ്ങ് കറിയും ചപ്പാത്തിയും ഉണ്ടാക്കി തരാം. വേഗം വന്നോ എന്ന് പറഞ്ഞിട്ട് വിക്രമിനോട് പറയാൻ കേട്ടോ. വിക്രമാണെന്നിട്ട് വേദന തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണ് മാറ്റുന്നില്ല. അപ്പോൾ വേദ പറയും, എന്താ നിൽക്കട്ടെ, ഒന്നുമില്ല, വാ അടുക്കളയ്ക്ക് വാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേദ എഴുന്നേറ്റ് പോകുകയാണേ. അന്നേരം വിക്രം എഴുന്നേൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ വേദ ഇങ്ങനെ വന്ന് തിരിഞ്ഞു നോക്കുകയാണേ. എന്താ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കള്ളച്ചിരിയോട് കൂടിയിട്ട് ഇങ്ങനെ വിക്രം വേദന തന്നെ നോക്കിയിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് പള്ളിയിലെ അച്ഛനെയാണ് കേട്ടോ. അച്ഛനിങ്ങനെ ബൈബിളൊക്കെ വായിക്കുന്ന സമയത്ത് വിക്രമിൻ്റെ വേദന മുഖമാണ് കേട്ടോ ഓർമ്മ വരുന്നതെന്ന്. അപ്പോൾ ഗീവർഗീസ് വരുമ്പോൾ പറയുന്നുണ്ട്, ഞാനിപ്പോൾ ബൈബിൾ വായിച്ചപ്പോൾ അവരുടെ മുഖമാണ് എനിക്ക് ഓർമ്മ വന്നത്. അതിൽ നല്ലതല്ലാത്തൊരു കാര്യം ഞാൻ വായിച്ചു എന്ന് പറയും കേട്ടോ. രാജാവ് അവനെ വധിക്കാനായിട്ട് ഏർപ്പാടാക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ വായിച്ചത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ പിന്നിലൂടെ മരണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. എന്തായാലും നീ ഇതൊന്നും അവരെ പറഞ്ഞ് പേടിപ്പിക്കേണ്ടെന്ന് പറയും കേട്ടോ. അച്ഛ വേദ തോട്ടത്തിൽ പണിക്ക് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കണം. അപ്പോൾ പള്ളിയിൽ അച്ഛൻ പറയുകയാണേ, അതെ അവരുടെ കൂടെ പേടി തട്ടിയൊരു പയ്യനുണ്ടെന്നല്ലേ പറഞ്ഞത്, അവനെയും കൊണ്ട് ആ ചെറുക്കനോട് ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയും. എന്തിനാണെന്ന് വെച്ചാൽ പ്രാർത്ഥിച്ച് ശരിയാക്കാനാണോ ചോദിക്കട്ടോ. അപ്പോൾ അതെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് നമുക്ക് ചെയ്തു നോക്കാമെന്നൊക്കെ ഗീവർഗീസിനോട് പറയാൻ കേട്ടോ. ശരി അച്ഛൻ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിൽക്കുകയാണേ. പിന്നെ കാണിക്കുന്നത് പ്രമോണ് കേട്ടോ. ഗീവർഗീസ് നമ്മുടെ വിക്രമിനെ വേദനയെ കാണാൻ വരികയാണ് കേട്ടോ. എന്നിട്ട് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വന്നത് എന്തൊക്കെയോ പ്രശ്നങ്ങളുടെ പിന്നിൽ കൂടെയാണെന്ന് അച്ഛന് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും അനിയൻകുട്ടനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞു എന്ന് ഗീവർഗീസ് വേദനയോടും വിക്രമിനോട് പറയുകയാണേ. അങ്ങനെ അനിയൻകുട്ടനെയും കൂട്ടി വിക്രമും വേദയും കൂട്ടിയിട്ട് വരികയാണേ. വേദ സാരിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അനിയൻകുട്ടനെ അവരെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പം അച്ഛൻ അനിയൻകുട്ടനെ അവിടെ നിർത്തിക്കോളാൻ പറയാണ്. അങ്ങനെ അനിയൻകുട്ടനെ പ്രാർത്ഥിച്ച് നഷ്ടപ്പെട്ട ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടാനുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ അച്ഛൻ ചെയ്യുന്നതായിട്ട് പ്രമോൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അനിയൻകുട്ടന് ആ ഒരു ഓർമ്മ തിരിച്ചു കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതേ സമയം വേദ തോട്ടത്തിൽ പണിക്ക് പോകുകയാണ് കേട്ടോ. അപ്പം തോട്ടത്തിലെ ഓണർ എന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാരൻ ചെക്കനാണ്. അപ്പം വേദന കാണുമ്പോൾ അയാൾ ഭയങ്കരമായിട്ട് കണ്ണെടുക്കാതെ നോക്കി മയങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി പുതിയ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാൻ പോവുകയാണ്. കാരണം വേദന കണ്ട വഴിക്ക് തന്നെ അയാൾക്ക് വല്ലാത്തൊരു അട്രാക്ഷനൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ വേദന തന്നെ നോക്കി നിൽക്കുന്നതായിട്ടും പ്രമോല് കാണിക്കുന്നുണ്ട് കേട്ടോ. വേദയാണെന്നുണ്ടെങ്കിൽ നല്ല സുന്ദരിയായിട്ട് സാരി കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് പ്രമോ കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.